ഒരിറ്റ് കറയെന്ന് കരുതാം.
നമ്മുടെ വെള്ളവും പൂച്ചവും കൊണ്ട് ആ വൈക്കത്തിന്റെ ഊർവരതകളിലേക്ക് ഈ കലയുടെ ഈ ധന്യനിമിഷവുമായി നമുക്ക് യാത്ര ചെയ്യാം ഏക മനസ്സോടെ. മൈത്രിയുടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാ ഗീതത്തോടെ സ്വപ്നയും ബിന്ദുജയും സ്റ്റേജിലേക്ക്. ഹലോ പ്രിയപ്പെട്ട മൈത്രി കുടുംബാംഗങ്ങളെ, ഓണം എന്നും നമുക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷമാണ്. കേരളീയർ മറുനാടുകളിൽ ഓണം ആഘോഷിക്കുമ്പോൾ എന്നും ഏറ്റവും മഹത്തായ ഒരു അനുഭവം ആണ്. സുന്ദരമായ ഈ വേളയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പഴയ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും കൂടി ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസഫ് സാർ, രജീഷ്, ശശേന്ദ്രൻ, ശ്രീകുമാർ, ഇവരാണ് പഴയ പ്രസിഡന്റ് സെക്രട്ടറിമാർ.
രംഗത്തെത്തുന്നത് ആര്യ റിജോ. आपके सामने तशरीफ ला रही है मोहिनी।
എല്ലാവരും കൂടെ യോജിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഈ വൈക്കം കുമരകം. കാരണം തന്നെ അടുത്തടുത്ത വീടുകൾ തന്നെ എല്ലാവരും അങ്ങോട്ടേക്കുള്ള ബന്ധങ്ങളും കുടുംബക്കാരും ആയിരിക്കും. അപ്പം ആക്ച്വലി നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ വൈക്കം ഏരിയ അല്ലെങ്കിൽ കുമരകം. ഏറ്റവും കൂടുതൽ പറഞ്ഞ വൈകുന്നേരം അന്തിക്കൾ എഴുതാനാണേലും അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാത്തിനും ഏറ്റവും നല്ലത്. ആ ഓർമ്മകളിലേക്കായിട്ട് അന്നത്തെ നമ്മുടെ പഴയ ഓർമ്മകളിലേക്കായിട്ട് എല്ലാവരും ഒരു വട്ടം ഒന്ന് മനസ്സ് പഠിക്കാൻ വേണ്ടി നമ്മുടെ നിന്ന് ഒരു ഗാനം നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ പാടുന്നതായിരുന്നു. താങ്ക് യു. ഞാൻ എല്ലാ വർഷവും പറയാറുള്ള പോലെ വീണ്ടും പറയാണ്, ഇവിടെ ദുബായിൽ വന്ന ശേഷം എനിക്ക് ആദ്യം ഒരു സ്റ്റേജിൽ വരുന്നത് മൈത്രിയാണ്. ആ ഒരു നന്ദിയും കടപ്പാട് എനിക്ക് മൈത്രിയോട് ഉണ്ടാവും. ഇന്ന് ശരിക്കും പാടാനുള്ള കാര്യം എനിക്കില്ല. എൻ്റെ ഫോട്ടോ മോശം ആക്ച്വലിയോട് തോന്നും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണമായി. പൂവിളി പൂവിളി
1962 ചൈന ഭാരതത്തെ ആക്രമിച്ച സമയത്ത് ദേശീയ ഉദ്ഗ്രഥനത്തിനായിട്ട് രചിച്ച ഒരു കവിതയാണ്. ആകാശവാണിയിലൂടെയെല്ലാം പലരും കേട്ടിട്ടുണ്ടാവും. അത് ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് ആലപിച്ചു നോക്കുകയാണ്. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാനാവർണ്ണ മനോഹരമാമൊരു രാഗമാലിക ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാനാവർണ്ണ മനോഹരമാമൊരു രാഗമാലിക ഒന്നേ നമ്മുടെ മധുര സ്വപ്നം ഒന്നേ സങ്കൽപ്പം ഒന്നേ നമ്മുടെ മാനസതാരിൻ സ്പന്ദന മൃദുമന്ത്രം കരളിൽ കാൽത്തളിർ വെപ്പിലുമൊരുപോൽ ശ്രുതിലയ താളങ്ങൾ ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാനാവർണ്ണ മനോഹരമാമൊരു രാഗമാലിക മലയജ മധുര ശ്രുതിയിൽ പാടുക നിളയുടെ കളഗീതം പഞ്ചമഹാനദ പഞ്ചമരാഗം നമ്മളിലുണരുന്നു നർമ്മദ ഗംഗാ ഗോദാവരികൾ നമ്മെയുണർത്തുന്നു ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാനാവർണ്ണ മനോഹരമാമൊരു രാഗമാലിക ഉഷസ്സുണർന്നെഴുന്നേൽക്കും ഹിമവൽ ഗിരിനിരയാരോഹം മനസ്സിൽ നീലവിശാലതയലിയും സാഗരമവരോഹം വിശ്വവിശാല ഹൃദന്തം പുൽകുക ഭാരത സംഗീതം ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാനാവർണ്ണ മനോഹരമാമൊരു രാഗമാലിക ഈ മൈത്രിയിലെ എല്ലാവരും ഇതുപോലെ വിവിധ വർണ്ണങ്ങളുള്ള ഒരു മാലയിലെ മുത്തുകളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈഗോകളില്ലാത്ത സമഭാവനയോടുകൂടി എല്ലാ മൈത്രി അംഗങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വൃത്തചൂടുകളുമായി മീര രാധാകൃഷ്ണൻ.
സ്നേഹം നിറഞ്ഞ മൈത്രി കുടുംബാംഗങ്ങളെ ഏവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഓണം, ആദ്യത്തെ കൂട്ടായ്മ. ആ ഓണത്തിലൂടെയാണ് മൈത്രി എന്ന സംഘടന ഇന്നത്തെ ഈ രൂപം കൊണ്ടത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് മൈത്രി എന്നും ഒരു ഓർമ്മയായി, എന്നും ഒരു അനുഭവമായി, എന്നും ഒരു ആവേശമായി എല്ലാ വൈക്കംകാരുടെയും മനസ്സിലുണ്ടാവും. നാം എല്ലാം ഇവിടെ ഉണ്ടാവുന്ന കാലം അരിനെല്ലിക്കയുടെയും തുമ്പപ്പൂവിന്റെയും ബാല്യത്തിലേക്ക് കറങ്ങി വീഴുന്ന, മഴവില്ലിന്റെ ഓരത്തിൽ നിന്നും മഴ നനയുന്ന ഒരു പ്രശാന്ത സുന്ദരമായ ഗ്രാമീണതയില് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഓണം, സന്തോഷത്തിന്റെയും സഹോദരത്തിന്റെയും സമത്വത്തിന്റെതുമായ ഒരു ഓണം. അതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് നമ്മൾ മറുനാടുകളിൽ താമസിക്കുന്ന പ്രവാസികളുടെ മനസ്സിൽ ഓണം എന്ന് പറയുമ്പോൾ കടന്നു വരിക. കാലങ്ങള് ഒത്തിരി കടന്നുപോയി, നമ്മൾ മൈത്രിയും ഒത്തിരി വളർന്നു. ഏകദേശം 7-8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു ഇളം തലമുറ വളരെ ശക്തമായി വളർന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ നമ്മൾ സ്റ്റേജിൽ കാണുന്നുമുണ്ട്. പല പ്രോഗ്രാംസ് ആയിട്ട് പണ്ട് കുട്ടികളായിരുന്നവർ, തീരെ ചെറിയ കുട്ടികളായിരുന്നവർ ഇന്ന് യങ് ജനറേഷൻ ആയിട്ട് അവരെല്ലാവരും നമ്മുടെ മുൻപിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത് വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ നമ്മൾ ഓണത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ സങ്കല്പങ്ങളില് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആ സമത്വമൊക്കെ ഉണ്ടാകണമെങ്കിൽ എല്ലാവരും തമ്മിലുള്ള പരസ്പര ധാരണ, പരസ്പര ഐക്യം, ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കൊടുത്തും വാങ്ങിച്ചും മുന്നോട്ട് പോകുന്ന ആ ഒരു മാനസിക ഭാവം വളർത്തിയെടുക്കുക, അതായിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ കൂടുതലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ. കാരണം തീർച്ചയായിട്ടും നമ്മുടെ എണ്ണം കൂടുമ്പോൾ അഭിപ്രായങ്ങൾ കൂടുതലുണ്ടാവും, കൂടുതൽ ആൾക്കാർ, നമ്മുടെ മെമ്പേഴ്സ് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. ഒരു സമന്വയം, അതാണ് നമ്മൾ മൈത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആവശ്യകത കൂടി ധാരാളമായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കങ്ങനെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അതായിരിക്കും ഞാൻ ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊതുവെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ വളരെ സെൻസിറ്റീവ് ആണ് എന്നൊരു ആരോപണമോ അല്ലെങ്കിൽ അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു ചൂണ്ടിക്കാണിക്കലോ എന്തോ ആകാം. പക്ഷെ എന്നാലും അതിൽ കുറെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എൻ്റെ
ഔദ്യോഗിക ജീവിതത്തിലെ പല പ്രാവശ്യം പല കാര്യങ്ങളിലെ കുട്ടികളായിട്ട് ഇടപഴകുമ്പോഴൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം, പെട്ടെന്ന് കുട്ടികൾ സെൻസിറ്റീവ് ആവുന്നു. അവര് റിയാക്ഷൻസും അതേ രീതിയിലുള്ള വളരെ റാഷായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാവുന്നു എന്നൊക്കെ ഉള്ളൊരു വസ്തുത നിലവിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കുറേയേറെ കഴിവുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, ജീവിതം എന്നുള്ളത് നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്യുന്ന മാതിരി ഡെവലപ്പ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. ജീവിതം എന്നുള്ളത് പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും മുന്നോട്ട് പോകേണ്ടതാണ്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു. നമ്മള് എല്ലായിടത്തും വിജയിക്കാൻ ആർക്കും പറ്റില്ല. പരാജയങ്ങളില്ലാതെ ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല. പരാജയങ്ങൾ കൂടി മാത്രമേ നമുക്ക് വിജയിക്കാനാവൂ. ഏത് വ്യക്തി എടുത്താലും വിജയിച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ജീവിതത്തിൽ പല പ്രാവശ്യം പരാജയപ്പെട്ടവരായിരിക്കാം, പല പ്രാവശ്യം വീണിട്ടുള്ളവരായിരിക്കാം. പക്ഷെ വീഴുന്ന ആ പ്രതലത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് പിടിച്ചു വന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു മനക്കരുത്താണ് കുട്ടികളായ നിങ്ങളിൽ വീണ്ടും വീണ്ടും ഉണ്ടാകേണ്ടത്. നമ്മള് ലോകത്തിലെ വളരെ വിജയിച്ചു എന്ന് കരുതുന്ന നെപ്പോളിയൻ പറഞ്ഞെടുത്ത് നോക്കുക. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നെറുകിൽ ചവിട്ടി നിന്ന മനുഷ്യൻ എത്ര പ്രാവശ്യം എത്ര യുദ്ധങ്ങൾ പരാജയപ്പെട്ട ശേഷമാണ് അദ്ദേഹം ഒരു ചക്രവർത്തിയായത്. എട്ടുകാലിലേക്കാണ് ജീവിതത്തിലേക്ക് തിരിച്ചു ഒരു യുദ്ധത്തിന് വിജയിക്കാൻ വന്ന കിങ് ബ്രൂസിന്റെ കഥ നമുക്കറിയാം. അപ്പോ പരാജയം ഒരിക്കലും ഒരു തിരിച്ചടിയല്ല. നമ്മൾ എത്ര പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം നമുക്ക് എഴുന്നേൽക്കാനുള്ള കരുത്ത് വേണം. അതായത് നമ്മളുടെ മനസ്സിനെ ബലപ്പെടുത്തണം. ജീവിതത്തില് സുഖവും സന്തോഷവും മാത്രമല്ല, ജീവിതം ഒരു എല്ലാത്തിൻ്റെയും കൂടെ ആയ ഒരു മിക്സറാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാം നമുക്ക് വേണ്ടി നമ്മളുടേതായ ചുറ്റുപാടുകളിൽ നമ്മളൊരു പക്ഷേ ഇപ്പൊ നമ്മള് ഒരു വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും അറിയാതെ നമ്മൾ വളർന്നു പോകുന്നു. അപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നത്, നമ്മളെപ്പോഴും മുകളിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ മുകളിൽ അംബാനിയും ടാറ്റയും ബിർളയും ഉണ്ട്, നമ്മൾ അവിടെ അല്ലല്ലോ എന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. താഴോട്ട് നോക്കുക. നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രയോ മുകളിലാണെന്ന്. നമ്മൾക്കുള്ള സൗകര്യങ്ങൾ എന്തുമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും മനക്കരുത്തുകളില് ഉൾബലം അതാണ് നമുക്ക് ആവശ്യം. ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ സംഘർഷപൂരിതമായ ഒരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാം എന്നുള്ള ഒരു പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് യങ്സ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു പ്രത്യേകമായ ഒരു ഗുണമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മഹാരാഷ്ട്രയില് നമ്മുടെ പ്രശസ്ത കവി ചുള്ളിക്കാട് ഇടയ്ക്കിടയ്ക്ക് വരും. അന്ന് അദ്ദേഹം സീരിയലിലില്ല, വെറും എഴുത്തുകാരൻ. ഞങ്ങളുടെ MA ഇംഗ്ലീഷുകാരുടെ കൂടുതലായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. പുള്ളി വന്ന് അവിടെ ഞങ്ങളോടൊപ്പം വരുന്ന കുറെ കവിതകളൊക്കെ ചൊല്ലും. ഞങ്ങളും കൂടുതൽ കൂടും. ഒരു ക്ലാസ്സിൽ നിന്ന് പുള്ളി മറ്റു ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ കുറച്ച് നാളും അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ കവിതകളൊക്കെ ചൊല്ലി ഇങ്ങനെ നടന്നിരുന്നു. അപ്പൊ അന്ന് പുള്ളി ചൊല്ലിയ ഒരു കവിത എന്റെ മനസ്സിൽ ഇന്നുമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അറിഞ്ഞതിൽ പാതി പതിനായി പോയി, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിനായി പോയി. പകുതി ഹൃത്തിനാൽ പൊറുക്കുമ്പോൾ നിങ്ങൾ പകുതി ഹൃത്തിനാൽ വെറുത്തുകൊള്ളുക. ഇതെന്റെ രക്തമാണ്, ഇതെന്റെ മാംസമാണ്, എടുത്തുകൊള്ളുക. അരുത് ചൊല്ലുവാൻ നന്ദി, കരച്ചിലിൻ അഴിമുഖം കാണാതിരിക്കുന്ന മറവിയിൽ മാഞ്ഞുപോയി നിൻ ചന്ദന തരിപുരണ്ട ചിദംബര സന്ധ്യകൾ. മറവിയിൽ മാഞ്ഞുപോയി നിൻ ചന്ദന തരിപുരണ്ട ചിദംബര സന്ധ്യകൾ.
കൊണ്ടുപോയതെല്ലാം നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും കൊടുക്കുവാനും വാങ്ങുവാനും ഉണ്ടാകും. വെറുത്തും പൊറുത്തും. Forgive and forget. Forget and forgive. അങ്ങനെ ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാലങ്ങളിൽ തീർച്ചയായിട്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശം, ആ ഒരു ജ്വാല നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും അതിനായിട്ടുള്ള ആശംസകൾ നേരുന്നു. വീണ്ടും വീണ്ടും ഓണാശംസകൾ. ഒരു കാര്യം കൂടി ഓർപ്പിക്കാനുണ്ട്. നമ്മൾ മൈത്രിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതും നമുക്ക് കാര്യങ്ങളെല്ലാം അടുത്ത ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനിൽ നമ്മൾ പുതിയ ഭാരവാഹികളെയും പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഉള്ള ഒരു സെറ്റപ്പിൽ മുന്നോട്ട് പോകുന്നു. ക്രിസ്മസ് പരിപാടിയിൽ നമ്മൾ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാമെന്നാണ് ഒരു പൊതുവെയുള്ള അഭിപ്രായം. അപ്പൊ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വേണിച്ചേട്ടനോട് സംസാരിക്കാം. എല്ലാവർക്കും താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മളൊരു കൺസെൻസസിലൂടെ മാത്രം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് നമ്മൾ അടുത്ത വർഷം 2015 പുതിയ ഭാരവാഹികളുമായിട്ട് മൈത്രി വളരെ ഊർജ്ജസ്വലമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഒരു സംഘഗാനമാണ്. അതിലേക്ക് മൈത്രിയിലെ പ്രതിഭാധനരായ കലാകാരന്മാരെ ക്ഷണിക്കുന്നു. വിജയൻ സുബ്രഹ്മണ്യൻ, ഹരിനാഥ്, ശശി, ഷാജു, രാജേഷ്, സ്വപ്ന, ബിന്ദു, ദിവ്യ ആൻഡ് വിന്ദുജ. എല്ലാ മൈത്രികൾക്കും ഞങ്ങളുടെ നമസ്കാരം. എല്ലാ പ്രാവശ്യവും ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പുതുമ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഈ പ്രാവശ്യം ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. ഞങ്ങൾ ഹലോ
നമസ്കാരം. മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് കുറേയധികം സിനിമ നടന്മാരുടെ എല്ലാം ശബ്ദമാണ്. ഇന്നും പ്രത്യേകിച്ച് സിനിമ നടന്മാരെല്ലാം അതൊരു കഥയായിട്ടും ഒരു ചെയിൻ ഒരു രൂപത്തിലും എന്തൊരു കഥയും ക്ലൈമാക്സും എല്ലാവർക്കും നമുക്ക് തുടങ്ങാം. ഇവിടെ ഗർവാസി സാശാനും അച്ചുമാമയും കൂടി ചേർന്നിട്ടൊരു തട്ടുകട തുടങ്ങിയിരിക്കുകയാണ്. ഈ തട്ടുകടയിലേക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ വിശിഷ്ടാതികളെല്ലാം വന്നു പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ തട്ടുകടയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണം. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് 1 വർഷത്തേക്ക്. അതിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ കുറെ ആളുകളൊക്കെ വരുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്. ഈ അച്ചുബാബിനും ജഗദീഷുമല്ല എവിടെ പോയി കിടക്കുക? അച്ചുബാബ ഇത് താനിവിടെ കിടന്ന് വിളിച്ചു കൂവണ്ടോ? ഞാനിവിടെ ഉണ്ടോ? ഞാൻ ഈ തട്ടുകട ഒന്ന് അലങ്കരിക്കുകയായിരുന്നു. തട്ടുകട വളരെ ഭംഗിയായി ഞാൻ അലങ്കരിച്ചിട്ടില്ലേ? കണ്ടില്ലേടോ? എടാ ജഗദീഷ്, നീ അവിടെ പോയി കിടക്കുക. നമ്മുടെ തട്ടുകടയെ കുറിച്ചൊന്ന് അനൗൺസ് ചെയ്യണ. എല്ലാവർക്കും തട്ടുകടയിലേക്ക് സ്വാഗതം. സഹാറ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ ഡബിൾ ഇരട്ടി ചൂടുള്ള ദോശ, ഇടിയപ്പം, പുട്ട്, മുട്ടക്കറി അതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ചിരിച്ച കോഴിയും പിച്ചത്. ചിരിച്ച കോഴി അല്ലടാ, പൊരിച്ച കോഴിയും ചപ്പാത്തിയും. തിരിച്ചപ്പം പറഞ്ഞു പോയതല്ലേ എന്റെ ഗർഭസി ശേഷം. എടാ എന്റെ പൊന്നെ, വെറുതെ നോക്ക്. യേശുദാസല്ലേ, പുതിയ വിവാദം വല്ലതും ഉണ്ടോ? നമ്മള് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയ. ഞാന് ഈ ഇടയ്ക്ക് ഒരു പരിപാടിയില് പോയിരുന്നു. ഞാൻ അവിടെ തമാശ രീതിയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആ യേശുദാസ് പാടും, പക്ഷേ ജെയിംസ് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളെല്ലാം
തെറ്റിദ്ധരിച്ച് അത് പെൺകുട്ടികൾ ജീൻസ് ധരിക്കുന്നത് പാടില്ല എന്നാക്കി മാറ്റി. ജഗദീശനോട് പ്രാർത്ഥിക്കാം നമുക്ക്. എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഞാനൊന്നും ചെയ്തു തരില്ല. ബസാറിനെന്താ കഴിക്കാനുള്ളത് വെച്ച കൊടുക്ക്. എടാ ജഗദീഷ്, എന്നോട് കഴിക്കാനുണ്ട്. സാറെ ചട്ടി ചൂടായിട്ടില്ല. ചട്ടി ചൂടാവാതാണോ പറ്റി? ദോശയുണ്ട്, എനിക്കിപ്പം 2 ദോശ വേണം. മുട്ട, നിനക്കറിയോടാ മുട്ട? എനിക്ക് പണ്ട് ഒരു മുട്ട തിന്നാൻ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനൊരു കോഴിയെ വളർത്തി. കോഴി വളർന്നു വലുതായി വന്നപ്പോഴേ ഞാൻ അറിഞ്ഞത് അതൊരു പൂവൻകോഴിയായിരുന്നെന്ന്. പിന്നെ എനിക്ക് മുട്ടയോടുള്ള ആഗ്രഹമെല്ലാം തീർന്നുപോയി. അടുത്തത് ആരാ വരുന്നത് നമുക്ക് നോക്കാം. എന്റെ പൊന്ന ഗർഭാസി ശാസനമേ, എനിക്ക് 2 കൂട്ടും ആ മുട്ടക്കറിയും വേണം. അല്ല ഇതാരെ അപ്പക്കാളയോ? അപ്പക്കാളയോ എങ്ങോട്ട് പോവാ? ഞാള് 2 കാളയെ വാങ്ങിക്കാൻ പോവാണ്. എത്ര കാളയെ വാങ്ങിക്കാനാണ് പോകുന്നത്? ഞാള് 50 കാളയെ വാങ്ങിക്കണം ഉദ്ദേശിച്ചാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാള് 50 കാളയെ വാങ്ങിക്കണ്ട, 49 കാളയെ വാങ്ങിച്ചാൽ മതി. ഒരു കാള താഴെയാണല്ലോ അപ്പക്കാള. എനിക്കെന്നാ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചോദിച്ചോളാം. എന്റെ ഒരൊറ്റ ചോദ്യം മതി. എന്താ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. സദ്യക്ക് ആദ്യം വിളമ്പുന്ന ഇല ഏതാ? Which of the yellow of the വിളമ്പൽ of the സദ്യ of the കേരളം of the ഇന്ത്യ അറിയാമോ മിസ്റ്റർ ജഗദീശൻ? ആകെ കുടുങ്ങിപ്പോയല്ലോ. ഇതിപ്പോ വല്ലാത്ത പുലിയായാലും പോയല്ലോ, ആകെ പുകിലായല്ലോ. ഓപ്ഷൻ എ വാഴയില, ഓപ്ഷൻ ബി മാവില, ഓപ്ഷൻ സി മുരിങ്ങയില, ഓപ്ഷൻ ഡി മുട്ടയില. അയ്യോ, ആകെ വരണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. എന്നാ ചെയ്യും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒരു ക്ലൂ എനിക്ക് പറഞ്ഞു തരും. തരില്ലേ? ഓപ്ഷൻ എ വാഴയില ലോക്ക് ചെയ്യാം. കുറിച്ച് ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഗുരുജി പറഞ്ഞിരിക്കുന്നു, ജഗദീഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു ഉത്തരം ഞാൻ കറക്റ്റ് ആദ്യമായിട്ട് പാട്ട് പാടാൻ നമ്മുടെ യുവഗായകരിൽ ഫേമസ് ആയ വിനീത് ശ്രീനിവാസനെ ആയിരുന്നു ക്ഷണിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ വന്നാട്ടെ. താരകമലരുകൾ വിരിയും പാടും ദൂരെ അങ്ങ് ദൂരെ, വാടാമലരുകൾ വിരിയും പാടും നെഞ്ചിൽ ഇടനെഞ്ചിൽ, കതിരുകൾ കൊയ്യാൻ പോകാം ഞാനൊരു കൂട്ടായി കൂടാം, ആകാശത്തം വിളിവാനിലും. താങ്ക് യു. അടുത്ത ഒരു പാട്ട് പാടാനായിട്ട് ഗാനരചയിതാവ് കവി നമുക്കെല്ലാവർക്കും അറിയാം, അനിൽ പനച്ചൂരാൻ. ഈ അനിൽ പനച്ചൂരാൻ എന്ന് പറയുന്ന ആള് ആയിരക്കണക്കിന് അടികളെ ആ പാർട്ടിക്ക് സംഭാവന ചെയ്ത ആളാണ്. ഇയാളുടെ ഒറ്റ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായി 100 പൂക്കളായി പൊലിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് തോക്കണം. താങ്ക് യു. അടുത്ത പാട്ട് പാടാനായിട്ട് നമുക്ക് ശ്രീ ഉദയഭാനു സാറിനെ ക്ഷണിക്കാം. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിക്കൊളുമ്പുകയല്ലേ, മമക ചിത്രത്തിലെന്നും
എല്ലാം വാതക വ്യാമോഹമെന്നും. അടുത്തായി ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് ആരെ കാണുന്നില്ലല്ലോ. ആരാണ് ജഗദീഷ് എനിക്ക് അടുത്ത പരിപാടി അവതരിപ്പിക്കാൻ? ഒരു പുതിയ ചെറുക്കന. നമസ്കാരം. ഞാനൊരു മിമിക്രി അവതരിപ്പിക്കാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിന്ന് അവതരിപ്പിക്കുന്ന മിമിക്രിയുടെ പേര് കണ്ടതും കേട്ടതും എന്നൊരിതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിവിടെ ഞാനിവിടെ പോകുന്ന വഴിക്ക് കണ്ടതും കേട്ടതുമായ രണ്ട് സംഭവങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. രാവിലെ ഞാൻ ഇറങ്ങി വരുന്ന വഴി വീടിന്റെ ഫ്രണ്ടിലായിട്ട് ആ റോഡിന്റെ അവിടെയായിട്ട് ഒരു പട്ടിയും ഒരു പൂച്ചയും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പട്ടി ഭയങ്കര ഇതിനകത്തൊരു കോട്ടുവായിട്ട് ആ കോട്ടുവായ എങ്ങനെ ഉണ്ടാണ് നമുക്ക് നോക്കാം. ഇത് കേട്ട ഉടനെ ഈ പൂച്ചയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നല്ല ചീത്ത ഈ പട്ടിയെ പറഞ്ഞു. ആ ചീത്ത കേട്ട എനിക്ക് തന്നെ നല്ല ഇത് തന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ലാസ്റ്റ് പറഞ്ഞ ചീത്ത എന്തായിരുന്നു എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഓടാ പട്ടിയുടെ മോനെ എന്നായിരുന്നു. എടാ ജഗദീഷ്, ഈ പരിപാടിയെല്ലാം കഴിഞ്ഞോ? ഈ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തിട്ട് ചെയ്യാൻ വന്നിട്ട് എന്താ ചെയ്യാതെ പോയേ? എഴുതാശാണ് ഇവിടെ ആദ്യ ഉദ്ഘാടനവും ഞാൻ തന്നെയാണ് ചെയ്തതെങ്കിൽ ഇതിന്റെ വാർഷിക ഉദ്ഘാടനവും പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഉദ്ഘാടനവും ചെയ്യാൻ എനിക്കറിയാമല്ലോ. താനിവിടെ ഞാൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് എല്ലാം കണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡ് വിരോധിയാണെന്നുള്ള കാര്യം ഞാൻ മറന്നോട്. അതുകൊണ്ട് ഈ ഉദ്ഘാടനവും ഞാൻ തന്നെ ചെയ്യുമടോ.